അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 18ാം ലോക്സഭാ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ രണ്ടുപേർ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നുണ്ട്. എവിടെ? പാർലമെന്റിലാണ്. അതും നിയമസഭയിലെയും ഒക്കെ പ്രകടനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് രണ്ടുപേർ. അതിലൊരാൾ നിയമസഭയുടെ തന്നെ സ്പീക്കറായിരുന്ന നമ്മുടെ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ കെ രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക ദിവസമാണെന്ന് എനിക്കറിയാം. പുതിയ പാർലമെന്റിലേക്ക് കയറാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ദിവ്യസയ്യരുടെ സ്നേഹമുള്ള ആശ്ലേഷം കേരളം ഒട്ടാകെ വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. എൻ്റെ ഒരു സംശയം, ഇതൊക്കെ ഇത്ര ചർച്ച ചെയ്യാനുണ്ടോ? രണ്ടു മനുഷ്യര് പരസ്പരം ആദരവോടുകൂടി ആശ്ലേഷിക്കുന്നത് കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാനുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് നേരത്തെ അരുൺ തന്നെ പറഞ്ഞു, ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു ശ്രീ കെ രാധാകൃഷ്ണൻ. പുതിയ പാർലമെന്റിലേക്കാണ് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. പാർലമെന്റിലേക്കുള്ള ആദ്യ കാൽവയ്പ് കൂടിയാണ്. നിയമസഭയിലെ സ്പീക്കർ എന്ന നിലയിലുള്ള കരുത്ത്, മികച്ച അംഗം എന്നുള്ള നിലയിലുള്ള അങ്ങയുടെ പ്രകടനം, ഇതൊക്കെ പാർലമെന്റിൽ എങ്ങനെയായിരിക്കും ഒരു മുതൽക്കൂട്ടാവുക? പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോൾ മനസ്സിൽ എന്താണ്? അതെ, നമ്മൾ പുതിയ പാർലമെന്റ് അംഗമാണ്. നമ്മൾ നിയമസഭയിലും മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ പാർലമെന്റിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ സാധ്യത എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായിട്ടൊരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങളുടെയും നാടിന്റെയും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം കുറെ കൂടി കരുത്തോടു കൂടിയാണ് ഈ സഭയെ നേരിടാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗസംഖ്യ വളരെ പരിമിതമായ അംഗസംഖ്യയാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ നയങ്ങളും അതുപോലെ തന്നെ രാജ്യത്തിന്റെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ കെ രാധാകൃഷ്ണൻ, അവിടെ എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങൾ പാർലമെന്റ് സ്ട്രാറ്റജി ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും ഇതിനകം തന്നെ. ഇന്നിപ്പോൾ പുറത്തുവരുന്ന വാർത്ത കൊടിക്കുന്നിൽ സുരേഷ് ഈ പ്രോട്ടേമിന്റെ പാനലിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവരം നേരത്തെ അറിഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും നേരത്തെ അറിഞ്ഞ് നമ്മുടെ കേരളത്തിന്റെ പ്രതികരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നടത്തിയിരുന്നല്ലോ. ഏറ്റവും സീനിയർ ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടോൺ സ്പീക്കർ ആക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ അഭിപ്രായം. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ NDA പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കണോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനാർത്ഥി അത് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കാൻ സാധ്യത. പ്രോട്ടോൺ സ്പീക്കറുടെ പാനലിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ അംഗങ്ങളെ വെച്ചിട്ടുണ്ട്. അവരും ആ പാനലിൽ പങ്കെടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല, പങ്കെടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാണ് സഭയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, എനിക്കൊന്ന് ഗാന്ധി പ്രതിമയിൽ നിന്നാണ് അങ്ങോട്ട് പോവുക. ആ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടാവും. ശ്രീ കെ രാധാകൃഷ്ണൻ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഗാന്ധി പ്രതിമയിൽ പോയി, അതായത് നിയമസഭയിൽ ഭരണപക്ഷത്തെ ഡിഫെൻഡ് ചെയ്ത ജോലിയും കൂടി അങ്ങേക്ക് ഉണ്ടായിരുന്നല്ലോ. അവിടെ എത്തുമ്പോൾ പ്രതിപക്ഷമാണ്. പെട്ടെന്ന് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു മന്ത്രി പ്രതിപക്ഷാംഗമായി പ്രവർത്തിക്കുമ്പോൾ ഒരു മാനസികമായ സംഘർഷമുണ്ടോ? നമ്മളെ വ്യത്യസ്ത മേഖലയിൽ നമ്മൾ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടോ? 2001 വരെ ഭരണകക്ഷിയാണ്, 96-2000. അതിനുശേഷം 2001, 2006 പ്രതിപക്ഷത്താണ് ഇരുന്നത്. അതുപോലെ 2011 വരെ ഞാൻ സ്പീക്കറായിരുന്നു. 11 തൊട്ട് 16 വരെ പ്രതിപക്ഷത്താണ് ഇരുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്നതിന്റെ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ശ്രീ കെ രാധാകൃഷ്ണന്റെ ലോക്സഭയിലെ പ്രകടനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. കനലൊരു തരി മതി എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ പ്രയോഗമാണെങ്കിലും ഇത്തവണ ആ കനൽ എങ്ങനെയാണത് കത്തുന്നത് എന്നത് കാണാനുള്ള കൗതുകത്തിലും ആകാംക്ഷയിലും ഒക്കെയാണ്. ഷാഫി പറമ്പിലുമുണ്ട് അങ്ങയോടൊപ്പം. ഡൽഹിയിലേക്ക് താമസമൊക്കെ മാറ്റി തുടങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ തീയാണ് കനലാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അങ്ങനെയൊക്കെയുള്ള പ്രയോഗം തന്നെ ശരിയാണോ സംശയമാണ്. നമ്മുടെയൊക്കെ ശേഷി വളരെ കുറവല്ലേ. അപ്പൊ ആ ശേഷിക്ക് അനുസരിച്ചല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കും. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കാം. ശ്രീ കെ രാധാകൃഷ്ണൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക് താമസമൊക്കെ മാറ്റുകയാണോ? താങ്ക് യു.
നമുക്കിതുവരെ പിന്നെ ക്വാർട്ടേഴ്സ് ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കേരള ഹൗസിലാണ് താമസിക്കുന്നത്. ക്വാർട്ടേഴ്സ് ഒക്കെ ലഭിക്കാൻ ഒരു മാസത്തിലധികം കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമ്മയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ലല്ലോ അല്ലേ? അമ്മ വരാൻ തയ്യാറാവുമെന്ന് സംശയമാണ്. കാരണം അമ്മയ്ക്ക് അങ്ങനെ വീട് വിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ലാത്ത. മാത്രമല്ല ഈ കാലാവസ്ഥയും ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ. ഈ എക്സ്ട്രീം ഞാൻ ക്ലൈമറ്റ് പോന്നു കഴിഞ്ഞാൽ ആണല്ലോ. വീട്ടിൽ ആരെങ്കിലും എക്സ്ട്രീം ക്ലൈമറ്റാണ്. അമ്മയ്ക്ക് പിന്നെ എന്താ വെച്ചാൽ ഞാൻ അവിടെ ഇല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനൊക്കെ അവിടെ അമ്മ നിർബന്ധമായിട്ടുണ്ടാകണം. ഓക്കെ, അത് അമ്മയ്ക്ക് നിർബന്ധമാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ശ്രീ കെ രാധാകൃഷ്ണൻ. ഗംഭീരമാവട്ടെ പാർലമെന്റിലുള്ള അടുത്ത ഒരു ഊഴം എന്നുള്ളത്. വ്യത്യസ്ത റോളുകളാണ്. എനിക്കൊന്നു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയും റോളുകൾ ഒരു നേതാവ് വഹിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പ്രതിപക്ഷാംഗം, MLA, ദെൻ സ്പീക്കർ, മന്ത്രി, ഇപ്പോൾ ലോക്സഭയിലെ അംഗം, അല്ലേ? എനിക്കൊന്ന് കേരളത്തിൽ ഇത്രയും ചരിത്രമുള്ള ആരും ഇല്ലെന്ന് തോന്നുന്നു, ഇത്രയും വ്യത്യസ്തമായ റോളുകൾ. ഉണ്ടാവും. നമ്മൾ അത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുമ്പോഴാണ്. ഈ മന്ത്രിയായിട്ട് പിന്നെ MP ആയ ആളുകളുണ്ടോ, അംഗങ്ങളുണ്ടോ എന്നുള്ളത് അത് നിങ്ങളൊന്ന് അന്വേഷിക്കേണ്ടതാണ്. ഓക്കെ, ശരിയാണ്. മന്ത്രി ആയിരുന്ന സമയത്ത് മുൻ മന്ത്രിമാരെ MP മാരാണ്. ശരിയാ. മന്ത്രി പദത്തിൽ നിന്ന് പോയവരില്ല, മന്ത്രിപദം രാജിവെച്ച് പോയവരില്ല. അങ്ങനെ അപ്പൊ താങ്ക് യു. ഗംഭീരമാവട്ടെ ശ്രീ കെ രാധാകൃഷ്ണൻ. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ സാന്നിധ്യം തന്നെ തീർച്ചയായിട്ടും കേരളത്തിലും ഇന്ത്യയിലേക്ക് ഇടതുപക്ഷത്തിന് ഒരു ആവേശമാണല്ലോ. തീർച്ചയായും താങ്ക് യു ശ്രീ കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നതിന്. കെ രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ് കെ രാധാകൃഷ്ണൻ. അതേപോലെ ഷാഫി പറമ്പിലും അല്പസമയത്തുള്ളിൽ നമുക്കൊപ്പം ചേരും. പുതിയ പാർലമെന്റിലേക്കാണ് വരാൻ പോകുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവർ ഈ സ്ട്രാറ്റജി ഗ്രൂപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും കെ രാധാകൃഷ്ണൻ അദ്ദേഹം പറയുന്നത് പോലെ വളരെ വിനീതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ പ്രതിപക്ഷത്തിന് വലിയ കരുത്താണ്. അദ്ദേഹം ശക്തമായി തന്നെ വിഷയങ്ങളിൽ ഇടപെടും, നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു.